ഹായ് ഹലോ. ഇന്ന് രാവിലെ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ പണികളൊക്കെ തീർത്ത് മക്കളെ സ്കൂളിൽ അയച്ചതിന് ശേഷം എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആ വിശേഷങ്ങളൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അടുക്കളയിലേക്ക് കയറി കേട്ടോ. ഈ സംസാരിക്കുമ്പോഴുള്ള ഇട്ടോ എനിക്ക് കുറച്ച് അധികം ആവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ക്ഷമിച്ച് കള. പതിവ് പോലെ അടുക്കളയിലെ ദീപം വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോഴാണ് 8ന്റെ പണി കിട്ടിയെന്ന് മനസ്സിലായത്. കാര്യം വേറൊന്നുമല്ല, അടുക്കളയിലെ ഗ്യാസ് തീർന്നു. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, എവിടെയെങ്കിലും പോകാൻ വിചാരിക്കുമ്പോൾ ഇല്ലാത്ത കുഴപ്പങ്ങളുണ്ടാവില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വിറകടുപ്പ് തന്നെ ശരണം. രാവിലെ ചായക്ക് പുട്ടും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. വിറകടുപ്പിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഏറ്റവും വലിയ മടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രങ്ങൾ കഴുകലാണ് കേട്ടോ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്നത് പോലെ നിവൃത്തിയില്ലാതെ വന്നാൽ എന്ത് ചെയ്യുമല്ലേ. ഇന്ന് രാവിലെ മുതൽ എൻ്റെ വായിൽ ഫുള്ള് പഴഞ്ചൊല്ലുകളാണല്ലോ. ഓക്കെ, എന്തായാലും കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കല്യാണത്തിന് പോകുന്ന കാര്യം മക്കളോട് പറഞ്ഞിട്ടില്ലേ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്കൂളിൽ പോവാതെ കല്യാണത്തിന് വരാൻ വഴക്കുണ്ടാക്കും കേട്ടോ. നന്ദേട്ടൻ എന്തായാലും കല്യാണത്തിന് വരുന്നില്ല കേട്ടോ. സ്കൂൾ ബസ് എടുക്കാൻ വേറെ ആളെ കിട്ടൂല. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രമേ നന്ദേട്ടൻ ലീവ് എടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ കല്യാണം ഇവിടെ അടുത്തല്ല കേട്ടോ, കുറച്ച് ദൂരെയാണേ. എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് ആലക്കോടാണേ. അപ്പോൾ 1 മണിക്കൂർ മുമ്പെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയെങ്കിൽ മാത്രമേ സമയത്തിന് എത്തുള്ളേ. യാത്ര ചെയ്യാൻ ഭയങ്കര മടിയുണ്ടെങ്കിലും ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ റിലേറ്റീവ്സ് ഒക്കെ ഒത്തുകൂടുക. അതുകൊണ്ട് എല്ലാവരെയും കാണാലോ എന്ന് ആലോചിക്കുമ്പോൾ പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോഴാണ് മെയിൻ പ്രോബ്ലം വന്നത്. എന്താണെന്ന് വെച്ചാലേ, എൻ്റെ പുട്ടുപാനി സ്റ്റീലിൻ്റെതാണേ, ചെറുതുമാണ്. അപ്പോൾ അത് അടുപ്പിൽ വെക്കാനാവില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. പുട്ടിനിപ്പോൾ ഷേപ്പ് ഇല്ലെങ്കിൽ എന്താ, ഏതായാലും പൊടിച്ചിട്ട് തന്നെയല്ലേ തിന്നുന്നത്. എന്നാൽ പിന്നെ ആ പൊടിക്കുന്ന പണി അങ്ങ് കുറഞ്ഞു കിട്ടുന്നതല്ലേ നല്ലത്. അല്ല പിന്നെ അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇത് കണ്ടോ, ഇത് ഇന്നലെ അമ്മയുടെ അടുത്ത് പോയപ്പോൾ പറിച്ച ഇളനീരാണ് കേട്ടോ. ഇളനീര് കണ്ട അപ്പം എനിക്ക് അപ്പം ഉണ്ടാക്കാൻ തോന്നുവേ. ഇതിൻ്റെ ഒരു ഭാഗം ഇന്നലെ മക്കൾ കഴിച്ചു കേട്ടോ. ഇത് ഞാൻ നാളെ അപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് എടുത്ത് വെച്ചതാണേ. കല്യാണത്തിന് പോയിട്ട് വരാൻ വൈകിട്ടുണ്ടെങ്കിൽ പിന്നെ നാളത്തെ അപ്പം ഉണ്ടാക്കൽ നടക്കില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം തന്നെ അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേ. അരയ്ക്കാൻ ചോറില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് അവൽ കുതിർത്തിട്ട് അതിൻ്റെ കൂടെ ഇട്ടു കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ ആർക്കും ഉച്ചയ്ക്ക് ചോറ് വേണ്ടല്ലോ. ഞാൻ കല്യാണത്തിന് പോകും, അന്തേട്ടന് ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ല. മക്കളാണെങ്കിൽ ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്നായിരിക്കും കഴിക്കുക. അതുകൊണ്ട് ചോറ് രാവിലെ വെച്ചില്ല. അങ്ങനെ അരിയും തേങ്ങയൊക്കെ കുതിർത്ത് വെച്ചപ്പോഴേക്കും നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അത് പിന്നെ കാസർഗോഡിലേക്ക് മാറ്റി വെച്ചു. ഇപ്പോൾ ഏകദേശം സമയം 7 മണി ആകാനായിട്ടുണ്ട് കേട്ടോ. രാവിലെ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ എത്ര നേരത്തെ എണീറ്റാലും സമയം തികയാത്തതുപോലെയാണ് കേട്ടോ. അച്ഛൻ പോയതിൽ പിന്നെ അമ്മ ഇപ്പം ഒറ്റയ്ക്കാണല്ലോ മേലെ വീട്ടിൽ. അതുകൊണ്ട് വസൂട്ടനാണ് കേട്ടോ കൂട്ടുകിടക്കാൻ പോകുന്നത് രാവിലെ. അതുകൊണ്ട് ഇപ്പോൾ അവനെ കൂട്ടാൻ പോകാനൊരു പണിയാണ്. ഒരുപാട് ദൂരമൊന്നുമില്ല, ഒറ്റയ്ക്ക് വരാനുള്ള ദൂരമുള്ളവൻ ഒറ്റയ്ക്കും വരാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന വാർത്തയൊക്കെ കേട്ടാൽ പിന്നെ ഒരു സമാധാനമില്ല. അതുകൊണ്ട് അവനോട് തന്നെ വരണ്ട, ഞാൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. വീട്ടിലേക്ക് ഞാൻ കയറിയില്ല കേട്ടോ. കയറിയാൽ പിന്നെ വൈകും, പണികളൊക്കെ ലേറ്റ് ആവും. അതുകൊണ്ട് അവൻ റോഡിലേക്ക് വന്നു കേട്ടോ. സമയം 7 മണി കഴിഞ്ഞെങ്കിലും വെളിച്ചം ശരിക്കും വീണിട്ടില്ല കേട്ടോ. അവനെ കൂട്ടിക്കൊണ്ട് വന്ന ശേഷം അലക്കി വെച്ച തുണിയൊക്കെ ഞാൻ ആറിയിട്ടു കേട്ടോ. എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്തൊക്കെ പണികൾ തീർത്താലേ. ഇതിന് ശേഷമാണ് പിന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തത്. അപ്പോഴുണ്ട് ഒരാൾ ജനലിൽ കൂടെ എത്തി നോക്കുന്നേ. ആരാണെന്നല്ലേ, ദാ ഇദ്ദേഹം നമ്മുടെ സൂര്യേട്ടൻ. എന്ത് രസമല്ലേ കാണാൻ. അങ്ങനെ എൻ്റെ ഏകദേശം പണിയൊക്കെ ഒതുങ്ങിയ ശേഷം പിന്നെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കേട്ടോ. കുഞ്ഞാപ്പിന് ഞാൻ വാരി കൊടുക്കുക ചെയ്യാറേ. തന്നെ കഴിക്കാഞ്ഞിട്ടല്ല, അവൻ രാവിലെ തന്നെ കഴിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊരു തൃപ്തിയില്ല കേട്ടോ. വെറുതെ കൊത്തിപ്പറക്കി ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചു എന്നാക്കിയിട്ട് പോകും. അതുകൊണ്ട് പിന്നെ ഞാൻ വാരി കൊടുക്കുകയാണ് ചെയ്യാറേ. അതിനുശേഷം മക്കളെ റെഡിയാക്കി സ്കൂളിലേക്ക് അയക്കേണ്ട തിരക്കാണേ. മക്കളെ വിട്ട ശേഷം പിന്നെ വേഗം റെഡി ആയിട്ട് ഇറങ്ങിട്ടോ. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണേ. പക്ഷെ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണും ചെക്കനും. അച്ഛൻ്റെ കുഞ്ഞമ്മയുടെ മോൻ്റെ കല്യാണമായിരുന്നേ. അമ്പലത്തിലെ മാരാരാണ് കേട്ടോ ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അരങ്ങത്തപ്പൻ്റെ തിരുനടയ്ക്ക് മുന്നിലുള്ള കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരുന്നു കേട്ടോ താലികെട്ട്. അങ്ങനെ കെട്ട് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി കയറി കേട്ടോ. സമയം ഏകദേശം 11:30-11:45 ആവാനായിട്ടുണ്ടായിരുന്നു. അരങ്ങത്തപ്പനെ തൊഴുത്ത് ഇറങ്ങിയപ്പോഴേക്കും ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് പിന്നെ പ്രദക്ഷിണം വെക്കാനൊന്നും നിന്നില്ല കേട്ടോ. വെയിലിന്റെ ചൂട് കാരണം വെള്ളം കുടിച്ചാലും മതിയാവാത്ത അവസ്ഥയായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കേട്ടോ. ഒന്നും നോക്കിയില്ല, ഉടനെ പോയി 2-3 ഗ്ലാസ് വെള്ളം എടുത്ത് മടമടാന്നങ്ങ് കുടിച്ചു. തണുത്ത വെള്ളം കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ കല്യാണത്തിന് വന്നവരെയൊക്കെ കണ്ണിൽ പിടിക്കാൻ തുടങ്ങിയത്. കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ആയി ഒരുപാട് പേരുണ്ടായിരുന്നേ. കിട്ടിയ അവസരം നന്നായി വിനിയോഗിച്ചു കേട്ടോ. മക്കളെയൊക്കെ കൂട്ടിയിട്ട് വരുന്ന സമയത്ത് ഒരാളോട് മര്യാദയ്ക്ക് സംസാരിക്കാനോ ഒരു സ്ഥലത്ത് നിൽക്കാനോ വിടൂല കേട്ടോ. അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയുടെ പഴയ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന അവർക്ക് ബോറടിക്കില്ലേ. അങ്ങനെ കണ്ണി കണ്ടവരോടെല്ലാം കത്തി വെച്ച ശേഷം നേരെ ഊട്ടുപുരയിലേക്ക്. അമ്പലത്തിൻ്റെ തന്നെ ഊട്ടുപുരയിലായിരുന്നു കേട്ടോ സദ്യ. ഇവിടുത്തെ സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപ്പും നെയ്യും പപ്പടവും കൂട്ടിയാണ് കേട്ടോ ആദ്യം ഉണ്ണേണ്ടത്. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സാമ്പാർ വരും, രസം വരും, കാളൻ വരും, മോര് വരും. അങ്ങനെയാണ് നമ്മുടെ സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പരിപ്പും നെയ്യും പപ്പടവും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം പിന്നെ കാളൻ കൂട്ടി കഴിക്കാനും ഇഷ്ടമാണ്. സാമ്പാറൊന്നും കൂട്ടി ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അമ്മ രസമൊക്കെ നല്ല ആസ്വദിച്ച് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ പഴക്കൊല ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കണ്ടത്. പഴം കഴിക്കാതെ സദ്യ പൂർണ്ണമാവൂലല്ലോ. അങ്ങനെ ഒരു പഴം എടുത്ത് കഴിച്ചുവേ. അങ്ങനെ നമ്മുടെ ശാപ്പാടൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചെക്കനും പെണ്ണും ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നേ.
അവരെ കണ്ട ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചുവേ. ഇത് കണ്ടോ, ഇതാണ് അമ്പലത്തിന് മുന്നിലുള്ള ആൽമരം കേട്ടോ. അതിൽ കുറേ ഊഞ്ഞാൽ ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട്. അച്ഛൻ ആദ്യം തന്നെ കയറിയിരുന്ന് നല്ല സുഖത്തിൽ ആടാൻ തുടങ്ങി. അത് കണ്ടപ്പോഴേക്കും എനിക്കും കൊതിയായി. ഞാൻ പറഞ്ഞു എനിക്കും ആടണം, മതിയാച്ച അച്ഛൻ ആടിയതെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ആട്ടം മതിയാക്കിച്ചിട്ട് ഞാൻ കയറിയിരുന്ന് ആടാൻ തുടങ്ങി. എൻ്റെ പൊന്നു മക്കളെ ഒരു രക്ഷയില്ല കേട്ടോ. ആലിൻ്റെ കീഴിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല തണുപ്പ്, നല്ല സുഖമല്ലേ. അപ്പോൾ അതിൻ്റെ കീഴിൽ ഊഞ്ഞാലാടുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം രസമായിരിക്കും ഊഹിക്കാലോ. പൊളി വൈബ്. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ അമ്പലത്തിലേക്കുള്ള എൻട്രൻസ്. ആ ഊഞ്ഞാലാട്ടം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കൊച്ചച്ഛൻ്റെ വീട്ടിലേക്കാണ്. ഇതാണ് എൻ്റെ അച്ഛൻ്റെ പെങ്ങളെ, എൻ്റെ ചിറ്റ. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ആളാണ്. എപ്പോൾ പാട്ട് പാടാൻ പറഞ്ഞാലും ആള് റെഡിയാണ് കേട്ടോ. സ്വപ്നങ്ങളൊക്കെയും പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും പങ്കുവയ്ക്കാം, ആശതൻ നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവയ്ക്കാം, ഇനി സ്വപ്നങ്ങളൊക്കെ പങ്കുവയ്ക്കാം, ദുഃഖഭാരങ്ങളും. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചിറ്റയുടെ മുഖം അതിൽ കണ്ടിട്ട് സ്വന്തം പേര് വിളിക്കുവാണ്. ഞാനാ മുടിയൊക്കെ മുറിച്ച് സുന്ദരിയായിട്ടിരിക്കുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടോ? പുതിയ ചുരിദാറാണോ? പുതിയ ചുരിദാറ്, പുതിയ മാല, പുതിയ വള. എനിക്ക് തരുമോ? വേണം, എന്നെടുത്തു. ഞാൻ എടുക്കുവേ. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷം. കുറച്ച് സമയം അവരോട് കത്തിയടിച്ച ശേഷം അവിടുന്ന് വേഗം ഇറങ്ങിയേ. മക്കളെത്തുന്നതിന് മുന്നേ വീട്ടിലെത്തണമല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.